നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ വിഷമങ്ങളുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് സന്തോഷമാണ്. കുറച്ച് മാർക്കൊക്കെ ഇമ്പ്രൂവ്മെന്റ് കിട്ടി. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് കേരളത്തിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് റിസൾട്ട് ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടിയവർ വളരെ കുറവാണ്. എന്നാൽ തോൽവിയുള്ളവർ ഒരുപാട് പേരുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എഴുതി അല്ലെങ്കിൽ വീണ്ടും ഇമ്പ്രൂവ്മെന്റ് എഴുതി നമ്മൾ നോക്കുന്ന ഒരുപാട് പേര് ഫെയിൽ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിട്ട് കൂട്ടുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ടെൻഷൻ അടിക്കാനോ വിഷമിക്കാനോ അല്ല ഈ പറയുന്നത്. ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് അവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത്, കാരണം ഈ വർഷത്തെ ഒരു 2024 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2024 റിസൾട്ട് നിങ്ങളുടെ ഇപ്പം വന്നു. ഇനി 2027 മാർച്ചിൽ നിങ്ങൾക്ക് എഴുതാം. ഫസ്റ്റ് ഇയറിൽ പോയ ഏത് വിഷയങ്ങളും നിങ്ങൾക്ക് എഴുതാം. പക്ഷെ അവിടെ എഴുതുമ്പം നിങ്ങൾ അവിടെ ജയിച്ചിരിക്കണം എന്ന് പറയാനുള്ള കാരണം, ആ വർഷം 2027 മാർച്ച് കഴിഞ്ഞാൽ പുത്തൻ ടെക്സ്റ്റ് വരുവാണ്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. സിലബസ് മാറുകയാണ്, ടെക്സ്റ്റ് വരുവാണ്. ഫുൾ സിലബസ് മാറി ഏറ്റവും ടഫായിട്ടുള്ള സിലബസാണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. ഉറപ്പായിട്ടും പിന്നെ ജയിക്കാനുള്ള ചാൻസ് വളരെ 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 കുറവാണ്. അതായത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസാണ്. ഈ വർഷം നിങ്ങൾ ശരിക്കും പഠിച്ചുകൂടുക. ഇപ്പം നമ്മുടെ ബാച്ചസിലൊക്കെ ഒരു 99% കുട്ടികളും വിജയിക്കാനുള്ള മെയിൻ കാരണം ഒന്ന് സിമ്പിൾ നോട്ട്സും സിമ്പിൾ ക്ലാസ്സുകളും സിലബസ് അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഫീസുമേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ടെൻഷനും ഇല്ല. അവർക്ക് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സും കിട്ടും. എളുപ്പത്തിൽ പഠിക്കാം, എളുപ്പത്തിൽ ജയിക്കാം. നമ്മൾ +2 പോയാൽ എല്ലാം പോയിട്ട് +2 പോയി കഴിഞ്ഞാൽ ഹയർ ക്ലാസ്സിൽ പോകത്തില്ല. നമുക്കൊരു പുത്തനായിട്ട് നമുക്കൊരു സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ജോലി നമുക്ക് ഈ കാലത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് പേരൻസ് ആയാലും കുട്ടികളായാലും ടെൻഷനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വളരെ വളരെ കാര്യഗൗരവമായിട്ട് എടുക്കുക. കാരണം ഈ സിലബസ് മാറുന്നത് കൺഫേംഡായി. അതുകൊണ്ട് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 2027 മാർച്ച്, ഇനി +1 +2 നോക്കുന്നവരാണെങ്കിൽ +2 നിങ്ങൾ ഈ ജൂണിൽ വരുന്ന പരീക്ഷയ്ക്ക് ഡബിൾ പാസ് മാർക്ക് മേടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. അത് നിങ്ങൾക്ക് വലിയ മാസങ്ങൾ ഇതാകുന്നില്ല. മറ്റേതാണെങ്കിൽ നിങ്ങൾ ഈ ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്, 3 മാസം കൊണ്ട് ജയിക്കാം, 6 മാസം കൊണ്ട് ജയിക്കാം. ഇങ്ങനെയുള്ള ഉടായ്പ കോഴ്സുകൾക്കൊന്നും ചേരാതിരിക്കുക. ഹയർ സെക്കൻഡറിയുടെ കൃത്യമായിട്ട് നടക്കുന്ന പരീക്ഷകൾ മാത്രം എഴുതുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഷെയർ ചെയ്തേക്കുക. ഉടായ്പ കോഴ്സുകൾക്കൊന്നും ചേരാതിരിക്കുക. കൃത്യമായിട്ടുള്ള ഹയർ സെക്കൻഡറിയുടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല സർട്ടിഫിക്കേഷന് വാലിഡിറ്റി ഉണ്ട്, ഒരു പ്രശ്നമില്ല. മറ്റേ 90% വാലിഡിറ്റി ഇല്ലാത്ത കോഴ്സാണ്. അത് ശ്രദ്ധിക്കുക. അന്നേരം നന്നായിട്ട് പഠിക്കുക, ടെൻഷൻ വേണ്ട, ജയിച്ചിരിക്കും, ഉറപ്പാണ്.